ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവനല്ല, വിഷമമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നവനാണ് യഥാർത്ഥ അധ്യാപകൻ. അധ്യാപകനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ആലീസ് വില്ലിംഗ്ടൺ ആണ്. ആലീസ് വില്ലിംഗ്ടന്റെ ഈ വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സമൂഹത്തിന് സമ്മാനിച്ചുകൊണ്ട് സ്പോർട് മീഡിയയുടെ ഏറ്റവും പുതിയ അധ്യായമായ സ്പോർട് ക്വിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്പോർട് ക്വിസിന്റെ ഈ ദിവസത്തെ അധ്യായം ഞങ്ങൾ ചിത്രീകരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായ മുതുകുറ്റി UP സ്കൂൾ വെച്ചിട്ടാണ്. മക്കളെ നമസ്കാരം. അടിപൊളി, നല്ല സ്ട്രോങ് ആയിട്ടൊരു നമസ്കാരം കിട്ടി അല്ലേ മക്കളെ? ഞങ്ങൾ വരുന്നത് സ്പോർട് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ നിന്നും സ്പോർട് ക്വിസ് എന്ന് പറയുന്ന ഒരു ചോദ്യോത്തരവുമായിട്ടാണ്. വ്യത്യസ്തങ്ങളായ 3 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ ആകർഷമുള്ള സമ്മാനങ്ങളുണ്ട് ഞങ്ങൾ കരുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. പേരെന്താ മോനെ? അമയ എത്ര ക്ലാസ് പഠിക്കുക? 7ാം ക്ലാസ്സിൽ. മുഹമ്മദ് റസിൽ 7ാം ക്ലാസ്. അറബിയിൽ അല്ലേ? ഓക്കെ. മോളോ 6ാം ക്ലാസ്. ഏതാ ഡിവിഷൻ? എ ഡിവിഷനാണ്. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സമ്മാനമുണ്ട്. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ബെല്ലടിക്കുന്നതിന് മുന്നേ എന്ത് ചൊല്ലിക്കൊണ്ടാണ് സ്കൂൾ പിരിയുക? ദേശീയഗാനം. അപ്പൊ ദേശീയഗാനം എഴുതിയ വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഓക്കെ. ആരാണ് നമ്മുടെ ദേശീയഗാനമായ ജനഗണമനയുടെ രചയിതാവ്? രവീന്ദ്രനാഥ ടാഗോർ. ഉറപ്പാണോ അമ്മയെ? ഉറപ്പാണ്. അമ്മ എന്നല്ലേ പേര് പറഞ്ഞേ? അമ്മയെ പറഞ്ഞ ഉത്തരം മക്കളെ ഞാൻ ഉറപ്പിക്കട്ടെ? ഉറപ്പിക്കാം. നിങ്ങൾ എന്താ പറയുന്നത്? ഉത്തരം ശരി തന്നെയാണോ? ഇവർ പറഞ്ഞ ഉത്തരം ശരിയാണോ? എങ്കിൽ നല്ലൊരു കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കൂ. ജനഗണമന എന്ന് പറയുന്ന ഉത്തരം പൂർണ്ണമായിട്ടും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻ. ഇനി ഇതേപോലെ തന്നെ 2 ചോദ്യങ്ങൾ ബാക്കി കിടപ്പുണ്ട്. മക്കൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ എളുപ്പമുള്ള വിഷയം ഏതാണ്? ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് ഇവിടെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ്? അധ്യാപകനാണ്. എന്താ പേരെന്താ? ജിജേഷ് മാഷാണ്. ഓക്കെ. മോൾക്കോ? ഷല്ല ടീച്ചർ. ഏത് വിഷയം എടുക്കുന്ന ടീച്ചർ? ഇംഗ്ലീഷ് തന്നെ. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കൊക്കെ കിട്ടുന്ന വിഷയം ഇംഗ്ലീഷാണോ? ആണോ? ക്ലാസ് ടീച്ചർ ഈ ടീച്ചർ തന്നെയാണോ? മാഷാണ്. എന്താ പേരെന്താ? സുമേഷ് മാഷാണ്. സുമേഷ് മാഷ കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട് എന്താ? ഗണിതമാണ്. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷും ഗണിതം അല്ലേ? മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ഏതാണ്? ഇത് കൂടാതെ പാഠ്യതരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകത്തല്ലോ. സ്പോർട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സുകൾ, ഹോബികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചിത്രരചന. ഓക്കെ. കവിത എഴുതാറുണ്ടോ മകൻ? കവിതാ പാരായണ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സമ്മാനമൊക്കെ നേടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബേർഡ്സ് ഏതാണ്? പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ഏതാണ്? ലവ് ബേർഡ്സ്. ഇഷ്ടമല്ല? പക്ഷി ഇഷ്ടമല്ലേ? ആണോ? ലവ് ബേർഡ്സ്. ഓക്കെ. മക്കളെ, 2ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ആ 2ാമത്തെ ചോദ്യം ഇതാണ്. ഏതാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി? ഉറപ്പിക്കട്ടെ? മലമുഴക്കി വേഴാമ്പലല്ല. അല്ല, മയിൽ തന്നെയാണ്. ഉറപ്പിക്കട്ടെ? മയിൽ എന്ന് പറയുന്ന ഉത്തരവും പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്. മിമിക്രി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആളുകളുണ്ടോ? പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാണ്? മോള് പാടാറില്ല. ഈ കൂട്ടത്തിൽ ആരാ പാടുന്നത്? കവിതകള്, പാട്ടുകള് മോള് പാടാറുണ്ട്. ആരാണ്? ഇത് കൂട്ടത്തിൽ ആരോ ഒരാളുണ്ടല്ലോ. ആരുമില്ല. വേദയുണ്ടോ? വേദ എന്താ വേദ? ഒരു നല്ലൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മോള് പാടും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 വരി മതി കേട്ടോ. റെഡിയല്ലേ? തയ്യാറല്ലേ? എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. അടിപൊളി. താങ്ക് യു. മൈക്ക് പിടിക്കുക. നന്നായിട്ട് പാടും കേട്ടോ. ചെമ്പഴുക്ക കൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാര്? ചെമ്പരത്തി കമ്പു കൊണ്ട് അമ്പു കുലയ്ക്കണതാര്? അങ്ങ് തൊട്ടേ ഇങ്ങ് തൊട്ടേ അക്കുത്തിക്കുത്തൊടുമാന തൂവെളിച്ചം ചാരി വീണ് മാമനെ ഞാനൊന്നു കണ്ട് ചെന്തമിഴിൻ പൂങ്കുലനെ
പൂങ്കുയിൽ പാടുന്ന കേട്ടേ. എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്, എന്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കളിപ്പൂവേ, മുറ്റം ഇതാകെ പൂത്തു നിന്നാട്ടേ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കൊടുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ. കിളിപ്പൂമകളെ നീ അറിയും പൂന്തണലാണ്, ഇലക്കുമ്പിലായി പെയ്തു തരും പെൺകുടമാണ്, അലിവോടെ തൊടും സ്വാന്തനമാണ്. വളരെ ആവേശകരമായിട്ടുള്ള ഒരു പാട്ടാണ് വേദ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. വളരെ നന്നായിട്ട് തന്നെ വേദ പാടിയിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് പുതിയൊരു പാട്ടൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. റെഡിയല്ലേ? നമുക്ക് പോകാം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മികച്ചൊരു സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. റെഡിയല്ലേ? എന്താ ഉപ്പയുടെ പേരെന്താ? മക്കളെ, അച്ഛനെ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപ്പിയൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുതരുന്ന ഒരുപാട് സാധനം ഉണ്ടാവല്ലോ. മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ പഴവർഗ്ഗങ്ങളിൽപ്പെട്ടത് ഏതാണ്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പഴയതാണ്? ആപ്പിള്, മാങ്ങ, ഓറഞ്ച് ഇതൊക്കെയാണ് കൊണ്ടുതരാറ് ഫ്രൂട്ട്സ് ഐറ്റംസിൽ അല്ലേ? പക്ഷെങ്കിൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നതും ഒരു പഴത്തെക്കുറിച്ച് തന്നെയാണ്. ചോദിക്കട്ടെ? ആ ചോദ്യത്തിന് ഇതേപോലെ തന്നെ ചിരിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം ഉത്തരം പറയുകയാണെങ്കിൽ നല്ലൊരു സമ്മാനം, ചാനലിന്റെ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുകയാണ്. റെഡിയാണല്ലോ? കേൾക്കാൻ തയ്യാറാണല്ലോ? ആ ഒരു ചോദ്യം ഇതാണ്: ആർട്ടോകോർപ്പസ് ഹെറ്ററോഫില്ലസ് എന്ന് പറയുന്നത് ഏത് പഴത്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ആർട്ടോകോർപ്പസ് ഹെറ്ററോഫില്ലസ് എന്ന് പറയുന്നത് ഏത് പഴത്തിന്റെ ശാസ്ത്രീയ നാമമാണ് എന്നാണ് നിങ്ങളോടുള്ളൊരു ചോദ്യം. അങ്ങനെ ഇങ്ങനെ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ വലിയൊരു പഴമാണെന്നല്ലേ? ഏതായാലും ഒരു പഴത്തിന്റെ പേര് പറയാം. മാമ്പഴം. കഴിഞ്ഞ 2-3 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിരുമെന്ന് അറിയത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ പരിപാടി നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കണം, വീക്ഷിക്കണം. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാനൊരു സൂചന നിങ്ങൾ അറിയാതെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് ഏറ്റവും വലിയ പഴം എന്നാണ്. ഏറ്റവും വലിയ പഴം ഏതാണ്? ചക്കയാണ്. നമ്മുടെ സംസ്ഥാന ഫലമായ ചക്കയുടെ പേരായിരുന്നു പറയേണ്ടിയിരുന്നത് അല്ലേ? നമ്മൾ ഈ മാവിൻ ചുവട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. ആ കണ്ടോ, മാവിൻ പുറത്തൊരു ചക്കയൊക്കെ കണ്ടോ? അപ്പൊ ചക്കയായിരുന്നു അതിന്റെ ശരിയായ ഉത്തരം അല്ലേ? ഏതായാലും വളരെ നന്നായിട്ട് തന്നെയാണ് നിങ്ങൾ ഈ മത്സരയാത്ര ഞങ്ങളോടൊപ്പം പങ്കുചേർന്നിട്ടുള്ളത്. ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ വീട്ടിലെ എല്ലാവരോടും, മക്കളെല്ലാവരോടും പറയണം കേട്ടോ. ഞങ്ങളുടെ ചാനലുകൾ കാണണം, നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന് പിന്നാമ്പുറങ്ങളിൽ വലിയൊരു പരിപാടി അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. പത്തവ്യൂഹം എന്ന് പറയുന്ന വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ വരുന്നുണ്ട്. ആ പരിപാടിയിലൊക്കെ വലിയ സമ്മാനങ്ങൾ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ പരിപാടികൾ തീർച്ചയായിട്ടും കാണുകയും ചോദ്യങ്ങളൊക്കെ കുറിച്ചു വെക്കുകയും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ 2 ഉത്തരം പറഞ്ഞ പോലെ ഉത്തരങ്ങൾ പറയാനും വലിയൊരു സമ്മാനങ്ങൾ സ്വന്തമാക്കാനും കഴിയത്തുള്ളൂ. ഓക്കെ, റെഡിയാണല്ലോ? എല്ലാവരും പരിപാടി കാണത്തില്ലേ? റെഡി. മക്കൾ, ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് വളരെ നന്നായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞതുകൊണ്ട് അഞ്ചരക്കണ്ടി പബ്ലിക് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ചക്കരക്കൽ നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ സമ്മാനം സ്വീകരിക്കുക. മറ്റൊരു സമ്മാനം നിങ്ങൾക്കായിട്ട് നൽകിയിട്ടുള്ളത് ആർട്ടിക്ക മൊമെന്റ്സ് ചക്കരക്കലാണ്. ആ സമ്മാനവും സന്തോഷത്തോടെ സ്വീകരിച്ചോളൂ. ഈ മിടുക്കരായ
വിദ്യാർത്ഥികളോടൊപ്പമുള്ള ഇന്നത്തെ ഈ മത്സരയാത്ര ഇവിടെ സമാപം കുറിക്കുകയാണ്. കൂടുതൽ വാശിയേറിയ നല്ല നല്ല ചോദ്യങ്ങളും നല്ല നല്ല മത്സരത്തുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് ബൈ ഫ്രോം TV പ്രശാന്ത്.